അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ ഭർത്താവിനെതിരെ പരാതി എഴുതി കൊടുത്ത് അതാ അവൾ ഹാദിയ വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ വെമ്പുന്നുണ്ടായിരുന്നു. അതെ റബ്ബേ, ഒരിക്കൽ പോലും ഒരാൾ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ പരാതി കൊടുത്തേ മതിയാവൂ. അക്രമങ്ങളാണ് എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത്. എൻ്റെ ഭർത്താവ് എന്നെ നടക്കാൻ പറ്റാത്ത രീതിയിൽ ഈ രീതിയിൽ കൈകാലുകൾ ഒടിച്ചിടുക മാത്രമല്ല, എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒന്നായ വിവാഹം, അതെ, ആ വിവാഹ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ ഞാൻ കടന്നു ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ആ രാത്രി റബ്ബേ, ഏതൊരു പെണ്ണും പ്രതീക്ഷയോടെ തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ തനിക്ക് സാന്ത്വനമായി, തനിക്ക് തണലായി തൻ്റെ ഭർത്താവിൻ്റെ തണലിൽ ജീവിക്കാമല്ലോ എന്നോർത്തിട്ടായിരിക്കും ഓരോ പെണ്ണും കടന്നു ചെല്ലുന്നത്. എന്നാൽ എൻ്റെ ജീവിതം കയ്പേറിയതായിരുന്നു. അന്ന് മുതലേ ഞാൻ ഞെട്ടിപ്പോയി. ആ ഒരു വാക്ക് അതിൻ്റെ മനസ്സിൽ നിന്ന് ഇന്നും മായുന്നില്ല റബ്ബേ. അതെ, ഈ റൂമിന് പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ. അത് അയാളുടെ ബെഡിലൊന്ന് ഇരിക്കുവാനോ അല്ലെങ്കിൽ കിടക്കുവാനോ സമ്മതിക്കാതെ ഞാൻ ആ തണുത്തുറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സോഫയിൽ ചുരുണ്ടു കൂടിയ ആ രംഗം, ഒരു ബെഡ്ഷീറ്റ് പോലും പുതക്കാൻ തരാത്ത അവസ്ഥ. റബ്ബേ, എന്തിനാ റബ്ബേ എന്നെങ്ങനെ പരീക്ഷിച്ചിരുന്നത്? റഹ്മാനെ, അവൾ ആ യാത്രയിൽ അതോർത്തു ഓരോന്ന്. എന്നാൽ ഉസ്താദ് അവളോട് ചോദിച്ചു, ഹാദി, എന്താ മിണ്ടാത്തത് മോളെ? ഉസ്താദേ, ഞാൻ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു. എന്ത് ചെയ്യാൻ, എൻ്റെ ജീവിതം അതങ്ങനെ ആയിപ്പോയി. ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങനെ കഴിയാനായിരിക്കും വിധി. ഹാദിയ, നീ മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. വേറൊന്നിനെ കുറിച്ച് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. ഇൻഷാ അല്ലാ നമുക്ക് ഇതിനേക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും തുടരാം. പിന്നെ പഠനത്തിൻ്റെ കാര്യം, അതും ഞാൻ പോകുവോളം നിന്നെ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ എങ്ങനെ വെച്ചാൽ പഠിച്ച റബ്ബിൻ്റെ വിധി പോലെ നടക്കും കേട്ടോ. ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ഉസ്താദേ. അതെ, പക്ഷേ നമ്മൾക്ക് ഇപ്പോഴുള്ള വിഷയം നമ്മുടെ റിസ്വാന വക്കീൽ, അവൾ എവിടെയാണെന്നറിയണം. അവളെ ആരാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് അതും ഒന്ന് അറിയണം നമുക്ക്. ഒരിക്കൽ പോലും അവളുടെ വീട്ടിൽ അവൾ ഇല്ലല്ലോ, പൂട്ടിപ്പോയതാണല്ലോ. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. അതെ, ആരോ നല്ല രീതിയിൽ അവളോട് പക തീർക്കുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അതൊരു പക്ഷേ മറ്റാരും ആയിരിക്കില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉറപ്പായിട്ടും അത് ജസീർ തന്നെയായിരിക്കും. ഒരിക്കൽ പോലും നമ്മൾ കേസിൽ വിജയിക്കരുത് എന്ന് കരുതി അവൻ്റെ ദുർബുദ്ധി തന്നെയായിരിക്കും ഇത്, ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു. എന്നാൽ ഈ സമയം അതാ അവൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു. ഹലോ മോനെ, എന്തായി മോനെ? ഉമ്മ, അതൊക്കെ പറയാം, ഞാനങ്ങോട്ട് എത്തട്ടെ. എവിടെ ഹാദിയ? അവൾ എൻ്റെ കൂടെ ഉണ്ട് ഉമ്മ. മോനെ വേഗം കൊണ്ടുപോര്, പാവം ഒരുപാട് സമയമായില്ലേ പോയിട്ട്. ആ ഉമ്മ സ്നേഹത്തോടെ വിളിച്ചു. അങ്ങനെ അതാ ഹാദിയ വീട്ടിലെത്തി. ഉമ്മ അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തു. മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. നീ എൻ്റെ മോളെ പോലെയാണ് ഞാൻ നിന്നെ കരുതിയത്. മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. മോൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഉമ്മ ചെയ്യും കേട്ടോ. മോളൊന്ന് റെസ്റ്റ് എടുത്തോളൂ, ഒരുപാട് സമയം. എന്തായി മോനെ പോയ കാര്യങ്ങൾ? ഉമ്മ, റിസ്വാന വക്കീലിനെ കാണാനില്ല. ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി. മോനെ, എന്താ നീ പറയുന്നത്? അതെ ഉമ്മ, ഇന്ന് കേസിന് വരാമെന്ന് പറഞ്ഞു. ഹാദിയയെ കൊണ്ടുവരണം എന്നെല്ലാം പറഞ്ഞതായിരുന്നു. നമ്മൾ ഇത്ര ബുദ്ധിമുട്ടായി ഹാദിയയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ നിർത്തി അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാൻ, അവൾ എത്തിയില്ല. അതുകൊണ്ടുമ്മ കേസ് വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് വക്കീലുണ്ടായിരുന്നെങ്കിൽ എല്ലാം തുറന്ന് പറയുമായിരുന്നു. പിന്നെ പാവം സഫീർ, അവനൊന്നും പറഞ്ഞില്ല. അവന് പറഞ്ഞത് അവർ കേൾക്കാനും തയ്യാറായിരുന്നില്ല. ഉമ്മ, ജ്യേഷ്ഠൻ്റെ ഭാര്യയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് കേസ് കൊടുത്തിട്ടുള്ളത്. എന്ത് ചെയ്യാൻ മോനെ? എന്നിട്ട് സഫീർ എവിടെ? ഉമ്മ, അവനെ കൊണ്ടുപോയി. മോനെ, ആര്? അതെ ഉമ്മ, ജയിലിലെ അധികൃതർ, പോലീസുകാർ ജയിലിലേക്ക് കൊണ്ടുപോയി.
പഠിച്ച റബ്ബേ. ആ ഉമ്മ വിങ്ങു പൊട്ടിക്കരഞ്ഞു. മോനെ എങ്ങനെങ്കിലും രക്ഷിക്കാൻ കഴിയോടാ? ഉമ്മ, പടച്ച റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ നമുക്കുള്ളൂ, വേറെ ആരുമില്ലമ്മ. പാവമാണവന്. പക്ഷേ അവൻ്റെ സ്വന്തം കുടുംബങ്ങളെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? എന്നാൽ ഈ സമയം അതാ സഫീർ ജയിലിൽ ശരിക്ക് തല പോലും നേരെ നിർത്തി വെക്കാൻ പറ്റാത്ത ഒരു ഗുഹയിലേക്കാണ് കൊണ്ടുപോയത്. അവൻ അതാ അവിടെ ഇരുന്നു. റബ്ബേ, നിരപരാധിയാണ് റഹ്മാനെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ അവനെ കണ്ടപാടെ ജയിലിലുള്ള മറ്റുള്ളവരെല്ലാം അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അതേതാ മുതലെന്നോ? ജ്യേഷ്ഠൻ്റെ ഭാര്യ. ജ്യേഷ്ഠൻ്റെ ഭാര്യയെ പഴപ്പിക്കാൻ നോക്കിയവനാ. പിന്നെ ഒടുവിൽ ലാസ്റ്റ് പറ്റില്ല എന്ന് കണ്ടപ്പോൾ ആർക്കറിയാം എന്തൊക്കെ സംഭവിച്ചിരിക്കണമെന്ന്. പിന്നെ അവസാനം കൊല്ലാൻ ശ്രമിക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു ഗതികൾ. ഇപ്പം കണ്ടില്ലേ, ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തു അവർക്കുള്ളതൊക്കെ ആസ്വദിച്ചെന്ന് മാത്രമല്ല, ആ കുട്ടിയെ പിന്നെ കയ്യും കാലും കെട്ടിയിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്ന് കുറ്റിക്കാട്ടിലേക്ക് ഇട്ടു. അതിൽ പെട്ടതാണ് ഓന് ചെയ്യാളൊക്കെ ചെയ്തിട്ട്. പിന്നെ എന്തായാലും ശ്രദ്ധിക്കണം നല്ലത്. എന്നാൽ തൊട്ടപ്പുറത്തുള്ള ആളുകളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും സഫീർ വിതുമ്പിപ്പോയി. ഇല്ല അല്ലാ, എൻ്റെ അള്ളാഹ്ക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്. എൻ്റെ അള്ളാഹ് ഉണ്ടല്ലോ എൻ്റെ കൂടെ. അതെ, അല്ലെങ്കിലും മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകല്ലേ, പരീക്ഷണങ്ങൾ ഉണ്ടാവും. സാരില്ലല്ല, നീ എന്നെ കൈവിടഞ്ഞ മതി. അപ്പോഴും പടച്ച റബ്ബിനെ ഓർത്തു അവൻ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, 5 വർഷമാണ് എനിക്കിവിടെ കഴിയേണ്ടത്. തല പോലും ശരിക്ക് നീർത്താൻ കഴിയാത്ത അവസ്ഥ. സഫീർ ആലോചിച്ചു. എന്നാൽ അതിനിടയ്ക്ക് ആരോ പറയുന്നത് കേട്ടു, ഏതോ വലിയ കുടുംബത്തിലെ പയ്യനാണെന്ന് തോന്നുന്നു, കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. എന്നാലും അവന് ഈ ഒരു പണി ചെയ്യേണ്ടിയിരുന്നോ? സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയൊക്കെ ഉപദ്രവിക്കുക. അയ്യേ, എന്തൊരു നാണക്കേടാണത്. എല്ലാം അവൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ നിശബ്ദമായിരുന്നു. അവൻ ആരോടും പ്രതികരിച്ചില്ല. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അതാ ഉറ്റി വീണു. എന്നാൽ പെട്ടെന്ന് തൊട്ടടുത്ത് ഒരാൾ വന്നിരുന്നു. ഹലോ, ഭക്ഷണം കഴിക്കണമെങ്കിൽ പോര്, അല്ലെങ്കിൽ വേറെ തല്ലായിരിക്കും. അതെ, അവൻ അവിടുത്തെ ഡ്രസ്സ് അണിഞ്ഞു. ആ ഒരു വെള്ള ജാക്കറ്റും വെള്ള പാൻറ്റും അതായിരുന്നല്ലോ അവിടുത്തെ യൂണിഫോം. അങ്ങനെ അവർ വരിവരിയായിട്ട് അതാ ഫുഡിന് വേണ്ടി പോവുകയാണ്. അവന് വിശക്കുന്നുണ്ട്, പക്ഷേ എന്ത് കഴിക്കും ഒന്നൊന്നും അറിയുന്നില്ല. വിശന്നാൽ എന്താ, വിശന്ന് ഞാനങ്ങ് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്ന് വരെ അവൻ വിചാരിക്കുകയാണ്. അങ്ങനെ അതാ ഒരു ലൈൻ അവിടെ. അതിനിടയിൽ ഓരോ സ്റ്റീൽ പ്ലേറ്റ് ഓരോരുത്തർ എടുക്കുന്നുണ്ട്. അതിനിടയിൽ അവനും അതേ, ഇങ്ങനെ വെറുതെ പോയാൽ കയ്യിലേക്കൊന്നും ഭക്ഷണം കിട്ടൂല, അവിടുന്ന് ഒരു പ്ലേറ്റ് എടുത്തോ. അവൻ മനമില്ല മനസ്സോടുകൂടെ ആ ഒരു പ്ലേറ്റ് എടുത്തു. വരിവരിയായി നേരെ അവരുടെ പിന്നിലായിട്ട് നടക്കുന്നു. അങ്ങനെ അവൻ്റെ എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് ചോറിട്ട് കൊടുക്കുന്നു, കറി ഒഴിച്ച് കൊടുക്കുന്നു. അവൻ്റെ പ്ലേറ്റിലേക്കും ചോറിട്ടു. കറി ഒഴിക്കുന്നതിനിടയിൽ അവൻ്റെ കയ്യിൽ നിന്ന് അതങ്ങ് വഴുതിപ്പോയി. പ്ലേറ്റ് മറിഞ്ഞു. ഒരു നിമിഷം നിസ്സഹായതയോടെ അവരെ നോക്കി. അതേ, ഇനി ചോറില്ല, ഇവിടെ കണക്കാക്കിയുള്ള ചോറേ ഉള്ളൂ. കയ്യിന് ബലമില്ലാത്തവരിതിന് നിൽക്കരുത്. കുറ്റവാളിയാണ് പോലും. കുറ്റവാളികളാണെങ്കിലേ കയ്യിൽ അല്പം ബലമൊക്കെ ഉണ്ടാവും. കൊലക്കേസിൽ വന്നാലേ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ വാരടാ അത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോഴേക്കും അവൻ ആ ചോറെല്ലാം വാരി ആ പ്ലേറ്റിലേക്ക് ഇട്ടു നടന്നു. എന്നാൽ അതിലാകെ മണ്ണ് പറ്റി പിടിച്ചിരുന്നു. വളരെയധികം സങ്കടത്തോടു കൂടി അവൻ ആ പ്ലേറ്റുമായി നടക്കുമ്പോൾ അതിലെഴുത്തും പറഞ്ഞു, വേണമെങ്കിൽ കഴുകി തിന്നോ. എങ്ങനെ? അത്രക്കും മണ്ണും ചളിയും പൊടിയും അതിൽ പറ്റിയിട്ടുണ്ട്. അവൻ ആ ഒരു ചോറ് ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥ, എന്താടോ ചോറ് വെറുതെ കളയാണോ? സാറേ, ഇതിൽ മണ്ണായിട്ടുണ്ട്. എങ്ങനെ? എൻ്റെ കയ്യിൽ നിന്നറിയാതെ. ഓഹോ, നിങ്ങൾ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിന് ഒരു ബലക്കുറവില്ലല്ലോ. ഇവിടെ എത്തുമ്പോഴാണല്ലോ ബലക്കുറവൊക്കെ. വേഗം ഭക്ഷണം കഴിച്ചിട്ട് അവിടെ പണിയുണ്ട്, അത് ചെല്ലണം. അവൻ നിസ്സഹായയോടെ
അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ആ ഭക്ഷണം അവൻ കഴിച്ചില്ല. കഴിക്കാൻ കഴിയില്ല. അവൻ അത് ബാക്കി കൊണ്ടുപോയിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. വയറ് നന്നായിട്ട് കാളുന്നുണ്ട്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഇതാണ്. പഠിച്ചോനെ, എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ടല്ല. പക്ഷേ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ തെറ്റിദ്ധാരണ അത് ആദ്യം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആദ്യം കൂടി എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ? പഠിച്ചോനെ, എന്താ ചെയ്യാം? എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഒരിക്കൽ പോലും ചെയ്യാത്ത കുറ്റത്തിന്, ചെയ്യാത്ത കാര്യത്തിന് എന്നെ വിഷമിപ്പിച്ച്. റബ്ബേ, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. എല്ലാവരും ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നു. സഫീർ നിസ്സഹായനായി നോക്കി നിൽക്കുന്നു. എന്നാൽ അവൻ്റെ അടുത്തേക്ക് പ്രായമായ ഒരാൾ ഒരു പ്ലേറ്റ് ഭക്ഷണവുമായി അത് വരുന്നു. മോനെ, ഞാൻ കണ്ടു മോൻ്റെ ഭക്ഷണമൊക്കെ മറിഞ്ഞു പോയത്. ഇതിൽ നിന്ന് കഴിച്ചോളൂ. വേണ്ടപ്പാ, അതൊന്നും വേണ്ട. അതെന്താ മോനെ, ഇവിടെ നിന്ന് അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. മോൻ കഴിക്ക്. പിന്നെ എന്തൊക്കെ തന്നെയായാലും മോന് ചെയ്ത കുറ്റം ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഞാൻ അല്ല, അതൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട. എന്താ ചെയ്യാൻ, ഓരോ ഇബിലീസിൻ്റെ ഷെറിൽ അങ്ങനെയൊക്കെ കണ്ട് ആയിപ്പോവും. ഇല്ല ഇല്ലക്ക, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ അറിയാതെ. അതൊന്നും വിഷമിക്കണ്ട. അതൊക്കെ പറ്റാള് പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മോൻ ഭക്ഷണം കഴിക്ക്. അദ്ദേഹത്തിൻ്റെ പ്ലേറ്റിൽ നിന്ന് ആ പകുതി ഭാഗം തനിക്ക് വേണ്ടി നീക്കി വെച്ച് തരുന്നു അദ്ദേഹം. ഇക്ക, അതൊന്നും വേണ്ട. മോൻ കഴിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അവൻ ആ ഭക്ഷണം കഴിച്ചു. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അറിയാതെ അങ്ങ് കഴിച്ചു പോയി. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ വീഴുകയായിരുന്നു. മോൻ കുറച്ചുകൂടെ കഴിക്ക്. എനിക്ക് മതിയിക്ക. വെള്ളം കുടിച്ചു. അയാൾ തന്നെ കൊണ്ടുപോയി പാത്രം കഴുകി. മോൻ കൈ കഴുകി. അത് സ്നേഹത്തോടെ തൻ്റെ അരികിലേക്ക് വന്ന ആ ഒരു പ്രായമായ ആള്. മോൻ എന്തിനാ വേണ്ടാത്ത പ്രവൃത്തിയൊക്കെ ചെയ്തത്? സാരല്ല, അതൊക്കെ കഴിഞ്ഞു പോയി. ഇക്ക, ഒരിക്കൽ പോലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നെ കരുതി കൂട്ടി. സാരല്ല മോനെ, അതിനിപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏതായാലും 5 വർഷക്കാലം ഇവിടെ അങ്ങ് കഴിഞ്ഞു കൂടാ. ഇത് കഴിഞ്ഞിട്ട് മോനെ ഭക്ഷണം കഴിക്കാഞ്ഞാൽ പറ്റൂല. എന്താണോ, അപ്പുറത്ത് ഒരു കരിങ്കൽ കോറിയുണ്ട്. അവിടെ നിന്ന് കല്ല് ഏറ്റിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിടണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഒരു ഭാഗത്ത് ചില ആളുകൾക്ക് കൈക്കോട്ട് കൃഷിയായിരിക്കും, മണ്ണെല്ലാം കിളച്ച് കൃഷിപ്പരിപാടി. മറ്റു ചിലർക്ക് വേറെ പലതും. അതെ, അതിൽ ഭാരപ്പെട്ട ജോലികളൊക്കെ നല്ലോണം കുറ്റം ചെയ്ത ആളുകൾക്കൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. വെറുതെ ഇരിക്കാനൊന്നും സമ്മതിക്കൂല. സഫീർ അതെല്ലാം കേട്ടു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. അല്ലിക്ക, നിങ്ങൾ എന്താ ഇവിടെ? പൊന്നു മോനെ, ഞാൻ ഒരു കൊലക്കുറ്റത്തിന് തന്നെയാണ് ഞാനിവിടെ കേൾക്കണത്. കൊലക്കുറ്റത്തിനോ? അതെന്തേ? ഒന്നുമില്ല. എൻ്റെ ഭാര്യ എന്നെ ചതിച്ചു. അതെ, ഓൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുത്തു. എൻ്റെ മക്കളും. അതെ, അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചോര നീരാക്കി പകലന്തിയോളം കഷ്ടപ്പെട്ട് കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ ഞാനത് പറയുന്നില്ലടാ. എന്തിനാ പറയുന്നത് നിങ്ങളൊക്കെ വിഷമിപ്പിക്കാൻ? ഇക്ക, എന്താ പറ്റിയത്? എന്താ മോനെ ചെയ്യാം? ഓളെന്നെ ചതിച്ചു. അതെ, ഞാൻ പണിക്ക് പോകുന്ന സമയം കൊണ്ട് ഓള് മറ്റൊരാളുടെയൊക്കെ കൂടെ കുറേ കാലം പ്രവാസ ലോകത്തായിരുന്നു. ഞാൻ പ്രവാസ ലോകം അവസാനിപ്പിച്ച് ഞാൻ ഇവിടെ ജോലിക്ക് കയറി. എന്നാൽ ഞാൻ പ്രവാസ ലോകത്ത് ചെന്നപ്പോൾ തന്നെ ഓൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയായിരുന്നു ഓളുടെ ജീവിതം. ഞാൻ അയക്കുന്ന ക്യാഷും അതെല്ലാം അവൾ ഉപയോഗിക്കും. നല്ല രീതിയിൽ എന്നോട് പെരുമാറും. ഞാനറിയില്ലല്ലോ. നാട്ടിലെത്തിയപ്പോഴും അതുപോലെ തന്നെ. ഞാൻ ക്യാൻസലാക്കി വരികയെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പറ്റിയില്ല. എക്സിറ്റ് അടിച്ച് പോരണ്ട, അത് തന്നെ പറയുന്നത്. ഓളുടെ സുഖം നടക്കൂലല്ലോ, അതുകൊണ്ട് തന്നെ. പക്ഷേ പിന്നെ ഇപ്പം എന്താ ചെയ്യുക? ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് ജോലിക്ക് പോക്ക് തുടങ്ങി. എന്നാൽ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ഞാൻ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടി. അതിനു മുമ്പായിട്ട് കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, എടാ
നോക്കിക്കോട്ടോ, എൻ്റെ പെണ്ണുങ്ങൾ ആ മുനീറിനോട് നല്ലൊരു ബന്ധമുണ്ട്, അയ്യോ നോക്കിക്കോട്ടോ. അപ്പോഴൊക്കെ ഞാൻ ഓളെ വിശ്വസിച്ചത് എന്തിനാ? ഓൾ അങ്ങനെയൊന്നും ചെയ്യൂല, ഓൾ എൻ്റെ മക്കളെ നോക്കി നല്ല രീതിയിൽ റാഹത്തോടു കൂടെ ജീവിക്കുകയാണ് എന്ന് പറയും. പലരും അത് പറയുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാനും ഇതിനൊക്കെ അവനെ ഏൽപ്പിക്കും. അവൻ്റെ വണ്ടി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു, അവൻ്റെ വണ്ടി ഇതാക്കുന്നൊക്കെ വിളിച്ച് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. ഓളിനത്ര ഞാൻ ഓളെ കണ്ണടച്ച് വിശ്വസിച്ചു. എന്നാൽ ഞാനൊരു ദിവസം വന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു ഉച്ച സമയത്ത് അന്ന് എൻ്റെ ജോലി സ്ഥലത്തുള്ള ആരുടെ ഒരാളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അന്ന് മുതലാളി ജോലി നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അന്ന് പ്രതീക്ഷിക്കാതെ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. പക്ഷേ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല, അതെനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഞാൻ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു കത്തിയെടുത്ത്, മതി, കേൾക്കണ്ട, അല്ല മോനെ കേൾക്കണം, ഇത് കേൾക്കണം, ഒരിക്കൽ പോലും അത് ചെയ്തത് ഞാനല്ല, പക്ഷേ ഞാൻ കൊലക്കുറ്റത്തിനാണ് ഇവിടെ കിടക്കുന്നത്. സങ്കടവും ദേഷ്യവും കൊണ്ട് ഞാനത് എടുത്തു, ശരി തന്നെയാണ്. പക്ഷേ അപ്പോഴേക്കും അവിടെ ഒരു കയ്യാങ്കളി നടന്നു. കയ്യാങ്കളി നടന്നപ്പോൾ എൻ്റെ ഭാര്യ അതിലിടപെട്ടു. ഞാൻ പറഞ്ഞു, നീ എന്നെ ചതിച്ചു അല്ലടി എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ സംഭവിച്ചു എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അവനെ കൊന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അപ്പോഴേക്കും ഓളിൻ്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഏത് സംഭവിച്ചത് എനിക്കറിയില്ല. ഓനവിടെ രക്തത്തിൽ കിടന്ന് പെടയണ ഞാൻ കണ്ടു. സംഭവിച്ചത് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അപ്പോഴേക്കും അവൾ ആർത്തലമ്പി ആളുകളെ വിളിച്ചു കൂട്ടി. എന്നാൽ എൻ്റെ അടുത്തേക്കാണ് ആ ഒരു കത്തി അവൾ എറിഞ്ഞത്. ഒരിക്കൽ പോലും ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ എടുത്തിരുന്നു, പക്ഷെ എനിക്ക് നന്നായിട്ടറിയാം. എന്ത് ചെയ്യാം, അവൾ തന്നെ അവനെ അങ്ങ് ഇല്ലാതാക്കിയെന്ന്. എന്നിട്ട് നേരെ ഇയാളാണ് എൻ്റെ ഭർത്താവായ ഇയാളാണ് എൻ്റെ കാമുകനെ കൊന്നത് എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ പോലീസ് വന്ന് എന്നെ കൊണ്ടുപോയതാ. പിന്നെ അത് 3 വർഷം കഴിഞ്ഞു, 4-ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. അന്നത്തോടു കൂടി മരവിച്ചു പോയി എൻ്റെ ജീവിതം. ഞാനത് ഓർക്കുന്നില്ല. ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താവും. ഒരു ഭ്രാന്തനെ പോലെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ, അങ്ങ് റെഡിയായി വന്നതാണ്. ഞാൻ വിചാരിച്ചു, റബ്ബേ, ഒരിക്കലും ഭാര്യമാരെ ഒന്നും മുഴുവനായിട്ട് വിശ്വസിക്കരുത് കേട്ടോ. വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. ആരെയും വിശ്വസിക്കാൻ പറ്റൂല. എന്താ റബ്ബേ, എത്ര പെട്ടെന്നാണ് ആ ഒരു കുറ്റം എൻ്റെ മേൽ ചുമത്തിയത്. അറിയില്ല റബ്ബേ, ആയിക്കോട്ടെ, സാരല്ല. അത്രയധികം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി അവരെ പോറ്റി വളർത്തി അവർക്ക് വേണ്ടി ചോര നീരാക്കി. ഒരു നിമിഷം കൊണ്ട് അവളെന്നെ കുറ്റക്കാരനാക്കി. ആ നിമിഷം ഞാൻ ഇവിടെ എത്തിയതാണ്. പിന്നെ പുറം ലോകം കണ്ടിട്ടില്ല. ഇവിടുന്ന് കിട്ടുന്ന ഈ ഒരു ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കഴിച്ച് അങ്ങനെ പോകുന്നു. ജോലി നന്നായിട്ട് എടുക്കേണ്ടി വരും. വെറുതെ ഇരിക്കാനും അതൊന്നും പറ്റൂല. അതിനിടയ്ക്ക് അവിടെ തല്ലും കുത്തും അതുണ്ടാകും. തമ്മിൽ പരസ്പരം ഒക്കെ ക്രിമിനൽസ് അല്ലേ, എല്ലാവരും തെറ്റുകൾ ചെയ്ത് വരുന്നതല്ലേ. അതിൻ്റേതായ വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടാകും. അല്ലാതെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും അവിടെ ഒന്നുമില്ലല്ലോ. ഏതായാലും പടച്ച റബ്ബ് കാക്കട്ടെ. ഇങ്ങനെയുള്ള നിരപരാധികൾ ഒരുപാടുണ്ട് ജയിലിനകത്ത്. മോൻ്റെ സ്ഥിതിഗതികളെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്കറിയാം, ജയിലിൽ കിടക്കുന്ന എല്ലാവരും ഒരിക്കൽ പോലും തെറ്റ് ചെയ്യുന്നവരായിരിക്കില്ല. അതിലൊരുപാട് നിരപരാധികളുണ്ടാവും. പക്ഷേ നമ്മളെ പേരെന്താ? കൊലയാളി. ഞാനൊക്കെ ഒരു കൊലയാളിയാണ്. അതെ, ഞാൻ ഒരാളെ കൊന്നു എന്നുള്ള പേരിലാണ് എന്നെ ജയിലിലാക്കിയത്. ആര് പറയാൻ? തെളിവുകളല്ലേ, കത്തികൾ ഇങ്ങോട്ട് എറിയലും എന്തൊക്കെയായിരുന്നു. എത്ര പെട്ടെന്ന് ഞാനാണ് എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരൻ, എൻ്റെ ഭാര്യയല്ല. എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് കാക്കട്ടെ. മോന് എത്ര വർഷമുണ്ട്? 5 വർഷം എന്നാണ് പറഞ്ഞത്. മോന് തെറ്റുകളൊന്നും ഞാൻ ചെയ്തതായിട്ട് എനിക്കറിയില്ല. എല്ലാം ചതിയാണ്. സാരല്ല, പടച്ച റബ്ബ് രക്ഷപ്പെടുത്തട്ടെ അന്നെ.
അതിനു വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ആ ഒരു പിതാവിൻ്റെ സ്ഥാനത്തുള്ള അയാളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും സഫീറിൻ്റെ മനസ്സിൽ തെല്ലൊരു ആശ്വാസം തോന്നി. റബ്ബേ, എന്തൊക്കെ തന്നെയല്ലോ ഈ ഒരു മനുഷ്യനെ സ്വന്തം ഭാര്യ ചതിച്ചിട്ടുണ്ട്, അതിനും മേലെയില്ലല്ലോ ജ്യേഷ്ഠന്. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, തവക്കൽത്തു അലല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നുണ്ടല്ലോ, സാരല്ല. അവനെപ്പോഴും പടച്ച റബ്ബിനെ ഓർത്തു. അല്ലാ റഹ്മാനെ, ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.